എന്ന് പറയുന്ന ഒരുത്തന്റെ ഒരു ക്ലിപ്പ്, ഒരു പ്രസംഗത്തിന്റെ ക്ലിപ്പ് ഫേസ്ബുക്കിൽ ഇങ്ങനെ കാണുന്നുണ്ട്. ആ ക്ലിപ്പ് കേട്ടിട്ട് അവൻ പ്രസംഗിക്കുന്ന പ്രസംഗം അവന്റെ തൊലിക്കട്ടി വല്ലാത്തത് തന്നെയാണ്. പച്ച കള്ളമാണ് അവൻ പറയുന്നത്. കേരളം കണ്ട ഏറ്റവും വലിയ കള്ളവാദി, കള്ളത്തരം നടത്തുന്ന, കളവ് പ്രസംഗിക്കുന്ന, സത്യത്തിനെതിരെ കളവ് പ്രസംഗിച്ച് നടക്കുന്ന വ്യക്തി കാന്തപുരവും പേരോടും ഒക്കെയാണ്. ഇത് അതിനേക്കാളും വലുതാണ്. ഇവൻ പേരോടിനേക്കാളും ഒക്കെ അപ്പുറം എത്തിയിട്ടുണ്ട്. സത്യവിശ്വാസികൾക്കെതിരെ കളവ് പറയുകയാണ്. ഇവനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവന്റെ ആ പ്രസംഗത്തിൽ ഇങ്ങനെ കുറെ കാര്യങ്ങൾ വിശദീകരിച്ചിട്ട് അവൻ പറയണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ബോധരഹിതനായി വീണ് കിടക്കുന്ന സമയത്ത് സഹാബത്ത് കഴുത്തിൽ കാലുവെക്കാറുണ്ടായിരുന്നു, ചവിട്ടാറുണ്ടായിരുന്നു. അത് ചികിത്സയുടെ ഭാഗമായിട്ടാണ് എന്ന് എഴുതി പോയതിനെ അവൻ നന്നായി അതിനെ പരിഹസിക്കുന്നുണ്ട്. എന്നാൽ ഈ ഭ്രാന്തന്, ഈ കളവ് പറയുന്ന ഈ അനസിന് ആ ഹദീസിനെ നിഷേധിക്കുന്നില്ല. പിന്നെ എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് ഈ ബോധരഹിതനായി വീണ് കിടക്കുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ കഴുത്തിൽ ചവിട്ടിയത് എന്നവൻ പറയുന്നില്ല. അതവന് പറയാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ദീന് പഠിച്ച സ്വഹാബത്ത് ബോധരഹിതനായി വീണ് കിടക്കുന്ന ഏതെങ്കിലും ഒരാളെ കണ്ടാൽ കഴുത്തിൽ ചവിട്ടി ചാടിക്കടന്ന് പോവുകയാണോ ചെയ്യാറുണ്ടായിരുന്നത്? അങ്ങനെയാണോ അവർ ചെയ്യുക? ഈ അനസ് പറയുന്നത് അങ്ങനെയാണ്. എന്നാൽ ചവിട്ടിയിരുന്നു എന്നതിനെ നിഷേധിക്കുന്നില്ല അവനതിന് കഴിയില്ല. പച്ചക്കള്ളം പറയുന്ന ഇവനൊക്കെ ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഇവന്റെ സ്റ്റേജിൽ കയറ്റുന്ന ആളുകളെയൊക്കെ എന്ത് വിളിക്കണം? ശാപം. ഇവർക്ക് ശാപം തന്നെ. കേട്ടോ, എന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്തത സഹചാരിയായിരുന്ന സ്വഹാബിയായിരുന്ന മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, നിങ്ങൾ മനസ്സിലാക്കണം, ആ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിമ്പറിനും ആയിഷ ബീവിയുടെ റൂമിനും ഇടയിൽ ബോധരഹിതനായി വീണിരുന്നു. വീടിന് രംഗം കാണുകയാണ്. അപ്പോൾ വരുന്നവർ വന്ന് എന്റെ ചങ്കിൽ അവന്റെ കാല് വെക്കും. ഞാൻ ഭ്രാന്തനായി കണക്കാക്കപ്പെട്ടിരുന്നു. എന്നാൽ എനിക്ക് ഭ്രാന്തുണ്ടായിരുന്നില്ല, എനിക്ക് വിശപ്പ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഹദീസ് ഉദ്ധരിച്ചിട്ട് ഇവർ ചോദിക്കുകയാണെന്ത്? നിങ്ങൾ മനസ്സിലാക്കണം, കേട്ടോ. അപ്പോൾ വിശപ്പ് സഹിക്കാൻ കഴിയാതെ വീണ് കിടക്കുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് ഭ്രാന്തായിരിക്കുമെന്ന് സഹാബികൾ വിചാരിച്ചു. അങ്ങനെയുള്ള ഒരു സഹാബിയെ ആരെങ്കിലും ചങ്കിൽ ചവിട്ടുമോ? ഭ്രാന്തായ ഒരു മനുഷ്യനെ ആരെങ്കിലും ചങ്കിൽ ചവിട്ടുമോ? അപ്പോൾ കേട്ടോ, അതിന് മറുപടി, എന്നാൽ അവർ ചവിട്ടാനുള്ള കാരണം എന്താണ്? അതിങ്ങനൊരു ചികിത്സയുണ്ട്, ചങ്കിൽ ചവിട്ടുന്ന ചികിത്സയുണ്ട്. ഏത് ഇസ്ലാമിക ലോകത്ത് ചങ്കിൽ ചവിട്ടുന്ന ഒരു ചികിത്സയുണ്ട് എന്ന പ്രാകൃതമായ വിശ്വാസം ഈ ലോകത്ത് എഴുതി പ്രചരിപ്പിച്ച് കേരളത്തിന്റെ മണ്ണിൽ മുഴുവനും വിട്ടവരാണ് ഞാൻ നേരത്തെ പറഞ്ഞ വിസ്റ്റം കമ്പനി.